ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മള് നിങ്ങളെ ഞങ്ങളുടെ വിഷു ആഘോഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണ കുന്നിൽ നിന്നും തിരുമോടിപ്പാവും പടകാളി പെണ്ണെ നിൻ മണിമേയിൽ ചാർത്തിയിടാൻ തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണ കുന്നിൽ നിന്നും തിരുമോടിപ്പാവും താളി ഞാൻ തേച്ചു തരാം, നിന്റെ തളിർവേനിയാകെ ഞാൻ ഓമനിക്കാം. ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തുടുനെറ്റിപ്പൂവിലൊരുമ വയ്ക്കാം. അരയിലാടുന്ന പുടവ മൂടുന്നൊരഴകും ഞാനല്ലേ, കരളിലാളുന്ന കനലിൽ വീഴുന്ന ശലഭം ഞാനല്ലേ. അതിരവനെതിരിടെ നിളമുളങ്കിളിയുടെ ചിറകിലരികിലടയാം. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണ കുന്നിൽ നിന്നും തിരുമോടിപ്പാവും കുന്നിലയാഞ്ഞിലിയിൽ നീലക്കൊടുവേലി കൊണ്ടൊരു കൂടൊരുക്കാം. മാനത്തെ മാറിവിൽ ചില്ലയൊന്നി തമ്മിൽ പുണർന്നാടുവാൻ ഞാനൊരു എലിടാം. എളിവിളങ്ങുന്നൊരെളിനിലാവിന്റെ കസവും ചൂടിക്കാം. പുഴയിൽ വീഴുന്ന പുലരി മഞ്ഞിന്റെ കുളിരും നേദിക്കാം. മനസ്സിലെ മരതകമണികളിൽ ഉണരുമൊരറിയ മധുരമണിയാ. ഒരു രസകരമായിട്ടുള്ള ഓർമ്മ. ഇപ്പൊ നമ്മള് ഇത് ഐറ്റം വേറെ എന്ന് പറയുന്നത് കൂടുതലും ഹ്യൂമറല്ലേ കൈകാര്യം. തീർച്ചയായിട്ടും. ഭാര്യ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ, അവിടെ ഉർവശിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ജഗന്നാഥവർമ്മ സാറാണ്. പണക്കാരൻ, ഏതായാലും വലിയ പണക്കാരനാണ്. അമ്മാവനാണെന്ന് തോന്നുന്നു. അമ്മാവൻ വലിയ പണക്കാരന്റെ വീട്ടില് ഞങ്ങൾ പോകുന്നതായിട്ട് ഒരു സീനുണ്ട്. അപ്പോൾ ആർട്ട് ഡയറക്ടർ എടുത്ത് പറഞ്ഞു, ഇത് വലിയ പണക്കാരന്റെ വീടാണ്, അതിനനുസരിച്ചുള്ള വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. സീൻ അഭിനയിക്കാൻ നേരത്ത് ഞാനും ഉർവശിയും കൂടെ ഞങ്ങൾ വെളിയിൽ നിന്ന് വരികയാണ്. വധൂവരന്മാരായിട്ട് പുതു ജോഡികളായിട്ട് പുതുമോടിയിൽ ഇങ്ങനെ വരികയാണ്. ഞങ്ങൾ വരുമ്പോൾ അവിടെ ഈ ടേബിളിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വേറെ ഒന്നുമില്ല, ചായയുണ്ട്. ഒരു പലഹാരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന എന്താണെന്നറിയോ? ഇത്രയും വലിയ കോടീശ്വരനാണ്. ഒരിക്കലും ഒരു വീട്ടിലും കിട്ടാത്ത ഒരു സാധനം, ഈ ചായക്കടകളിൽ മാത്രം കിട്ടുന്ന മടക്ക് സാധനം എന്ന് പറഞ്ഞൊരു പലഹാരമാണ് അവിടെ ഇരിക്കുന്നത്. എനിക്കിത് കണ്ടിട്ട് ചിരി വന്നു. കാരണം ചായക്കടയിൽ ഇത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് മനസ്സിലാവുകയില്ല. മഞ്ഞ നിറത്തിൽ ഇടയ്ക്ക് പഞ്ചസാര പാവൊക്കെ വെച്ചിട്ടുള്ള അത് ഇവിടെ ഈ പ്ലേറ്റിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. ചായക്കട ഇത്രയും വലിയ പണക്കാരനാണ്, മടക്ക് സാധനം ഏതോ ചായക്കടയിൽ നിന്ന് വാങ്ങിച്ചത് വ്യക്തമാണ്. അപ്പം ഞാൻ സംവിധായകൻ VR ഗോപാലകൃഷ്ണനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഒരു ഡയലോഗ് പറയും. എന്താണ്?
ഈ മടക്ക് സാൻ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇവിടെ. അത് കുറച്ചു നേരം എല്ലാവരും ചിരിയായിരുന്നു. എനിക്ക് ഒരിക്കലും ഞാൻ സീനിലോട്ട് വരാൻ ഞാൻ ആ മേശപ്പുറത്തോട്ട് നോക്കാതിരുന്നൂടെ, ഇങ്ങനെ നേരെ ഇങ്ങനെ നോക്കിയാൽ നമ്മളെല്ലാവരും ചിരിയാണ്. അല്ല, തലേദിവസം പറയുകയും കൂടെ ചെയ്തല്ലേ കോടീശ്വരന്റെ വീട്ടിൽ, അപ്പൊ അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. ഒരു ചായ മടക്കുസാലോ. ഇപ്പം ഇവര് വളരെ എക്സ്യൂബറന്റ് ആയിട്ടുള്ള ലെജൻഡറി ആക്ടേഴ്സ് ആണ്. പക്ഷെ അതിലുപരി നല്ല അടിപൊളി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കൂടിയിട്ടാണ് അല്ലേ? ഇപ്പൊ ചേച്ചി പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, അതുപോലെ തന്നെ ജഗദീഷേട്ടൻ ഏപ്രിൽ ഫൂൾ. അതിവൻ പിന്നെ കുറെ കഥകൾ എഴുതിയിട്ടുണ്ട്. മുത്തരങ്ങുന്നു വ്യൂ, മഴ പെയ്യുന്നു, മതളം കൊട്ടുന്നു, കുറെ എഴുതിയിട്ടുണ്ട്. കുറെ സിനിമ വരിക എന്റെ കഥയിൽ ഒരു വിഷയമാണ് നായിക. അപ്പൊ ഈ ആക്ച്വലി ഈ ആക്ടിങ്ങിനെക്കാട്ടിലും കൂടുതൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യല്ലേ? ആക്ടിങ് കഥ എഴുതിയിട്ടുണ്ട്. ഇതെന്തറിയോ, അതിന് പ്രൊഫഷണലായിട്ട് അങ്ങനെ ഇരിക്കാനുള്ളൊരു ഈ ലാംഗ്വേജിന്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ജഗദീഷേട്ടന് അത്ര എനിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ മാറുന്ന വാക്കുകൾ, ട്രെൻഡ്, അതൊക്കെ കേരളത്തിൽ താമസിക്കുകയും ഒരുപാട് പുരുഷ പ്രജകളുമായിട്ട് ഇടപഴകുന്നവരുടെ ഭാഷ വേറെയാണ്. ഒരിക്കലും സ്ത്രീകൾക്ക് അത്ര ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റില്ല. അന്നും ഇന്നും ഇന്ന് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എല്ലാവരും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഏകദേശം ഒരേ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ല, റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഒരു മെയിൽ റൈറ്ററെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഫ്രീഡം എഴുതുമ്പോൾ നമുക്കിങ്ങനെ വാഗണ്ട് പറയാം, ഇങ്ങനെ പറയുന്നു അങ്ങനെ. അന്നല്ലാതെ ജഗദീഷേട്ടനെ പോലെ ഒരു റൈറ്റർ അല്ല ഞാൻ. നമ്മുടെ ഭാവനയിലുള്ള ചില കഥകൾ എല്ലാ ആർട്ടിസ്റ്റിനെയും മനസ്സിലുണ്ടാവും. അത് ആരോടെങ്കിലും നമ്മൾ പറയും, കുഴപ്പമില്ലല്ലോ, നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചർച്ചകളായിരുന്നു കൂടുതൽ. പക്ഷെ ബേസിക്കായിട്ട് പ്രൊഫഷണലായിട്ട് ജഗദീഷേട്ടൻ റൈറ്ററായിട്ട് തന്നെ ആയിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ പല പടങ്ങൾക്കും ഇരുന്ന് എഴുതുന്നതാണ് കണ്ടിട്ടുള്ളത് പല സ്ഥലങ്ങളിലും. അഭിനയിക്കുന്ന ചെറിയ വേഷമായിരിക്കും, പക്ഷെ നോക്കുമ്പം ഇംപ്രവൈസേഷൻ. മീനാക്ഷി ചോദിച്ചത് അല്ല, അപ്പം ഒരു ക്യാരക്ടർ ഒരു സിനിമയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കഥാപാത്രത്തെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷെ ഒരു കഥ നിങ്ങൾ ശൂന്യതയിൽ നിന്നും ആ ക്യാരക്ടേഴ്സിന് രൂപം കൊടുത്ത് ഉണ്ടാക്കി എടുക്കുകയാണ്. ആ പ്രോസസ് അല്ലേ കൂടുതൽ ടഫായിട്ടുള്ളത്? സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ റൈറ്റിങ്ങും സംവിധാനവും. ഒരു സംശയമില്ല. അഭിനയം ഞങ്ങളെപ്പോലുള്ളവർക്ക് താരതമ്യേന അത്ര ടഫായിട്ട് തോന്നുന്നില്ല. അഭിനയിച്ച എക്സ്പീരിയൻസ് കൊണ്ടും കാര്യങ്ങളും ഒക്കെ അഭിനയത്തിൽ നമുക്കൊരു ഒരു നമ്മുടേതായിട്ടുള്ള ശൈലിയും ആരെയും അനുകരിക്കാത്ത ഒരു ശൈലി കൊണ്ടുവന്ന് അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് പ്രേക്ഷകരിൽ നിന്നും കിട്ടും. അതിൽ യാതൊരു സംശയമില്ല. എനിക്ക് ഇത്രയും കട്ടിയുള്ള സംശയമൊന്നുമില്ല. എനിക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ. ഞാൻ കുഞ്ഞല്ലേ ചേച്ചി, എനിക്ക് ആ പായ്ക്കകത്ത് പോയത് ചേച്ചിയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. ഇതിനത്തിലെ പായ്ക്കകത്ത് പോയത് ചേച്ചിയാണെന്ന് അറിഞ്ഞാൽ മതി. ഇനി ഞാൻ തന്നെ പോയത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കൊക്കെ തമാശ, പക്ഷെ ഇങ്ങനെ വരമ്പിക്കൂടെ നടക്കണം. ശ്രീനിയേട്ടന്റെ ഹൈറ്റും ലാലേട്ടന്റെ ഹൈറ്റും വ്യത്യാസം. അപ്പം തലയിരിക്കുന്ന ഭാഗം ദൈവാധീനം ലാലേട്ടൻ്റെ ഉള്ള, കാലിരിക്കുന്ന ഭാഗമാ. അപ്പൊ ഈ നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇങ്ങോട്ട് പോകുന്ന ചോദിക്കുന്നില്ലേ? അയ്യോ കുറെ ഞാൻ അകത്തിരുന്ന് സത്യം പറഞ്ഞ ഇതിന്റെ ഇടയ്ക്ക് കുറെ അയ്യോ വിളി നടക്കുന്നുണ്ട്. എനിക്ക് പേടി. ശ്രീനിയേട്ടൻ ഇങ്ങനെ ത്രിഗുണ ഇങ്ങനെ നടക്കുക. അപ്പൊ എന്തോന്നറിയാവോ, അധികം സ്ഥലമില്ല നടക്കാൻ. എവിടെ നിങ്ങൾ സീനി കണ്ടപ്പോ കുറച്ചേ കണ്ടുള്ളൂ, ഇതിന് കുറെ എടുക്കണ്ടേ. അപ്പൊ ഈ നടക്കുമ്പോ എന്റെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാല് താഴെങ്ങാനും വീണ എല്ലാരും വീഴും. അപ്പൊ ആ വീഴുന്നതിന്റെ നാണക്കേടകത്ത് കുറെ മുഖം നമ്മുടെ അകത്താണ്ട് ആരും കാണത്തില്ല. മറ്റേ മരത്തിന്റെ മുകളിൽ നിന്ന് വീണത് ശരിക്കും ജഗദീഷേട്ടൻ തന്നെയാണോ? പിന്നെ ഗോഡ്ഫാദറിൽ അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പകുതി വെച്ച് പൊട്ടി വീണു, താഴെ വീണു, കമ്പി പൊട്ടി താഴെ വീണു. അപ്പം കമ്പി കെട്ടിയ ഫൈറ്റ് മാസ്റ്ററിന്റെ അസിസ്റ്റന്റ് പറഞ്ഞ്, ഞാൻ വേറെ ആൾക്കാരും ഞാനും ചോദിച്ചു, ഇത് പഴയ കമ്പിയാണില്ലേ എനിക്ക് കെട്ടിത്തന്നത്? ഇല്ല സാർ, MGR പോട്ട കമ്പി. അത്ര സ്ട്രോങ് എന്നുള്ള രീതിയിലാണ്. MGR എന്നോ കെട്ടി കമ്പിയാണ് എനിക്ക് കെട്ടിത്തന്നത്. പകുതി വെച്ച് പൊട്ടി ഞാൻ താഴെ വീണു. ഇന്നത്തെ പോലുള്ള ഒരു സേഫ്റ്റി മെഷേഴ്സ് ഇല്ല. അന്ന് നമ്മുടെ ഈ കമ്പി എന്നൊക്കെ പറഞ്ഞ് കെട്ടി ഇതിലിങ്ങനെ കെട്ടിയിട്ടാണ് ആ കൊമ്പുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. ആ കമ്പി പെട്ടെന്ന് അങ്ങ് വിടും. അപ്പൊ ഇങ്ങനെ താഴെ വന്ന് വിടും. ഇതിങ്ങനെ താഴെ വിട്ടതിന്റെ കൂട്ടത്തിൽ പകുതി വെച്ച് കമ്പി പൊട്ടി. മുകളിലേ വെച്ച് ആ കമ്പി പൊട്ടിയിരുന്നെങ്കിൽ ഈ ഐറ്റം വേറെയിൽ ഞാൻ ഇപ്പം സംസാരിക്കാനുണ്ടാവില്ലായിരുന്നു. വന്ദനത്തിലെ സീക്വൻസിൽ എന്തെല്ലാം റിസ്ക് ഉള്ള സീക്വൻസ് തന്നെ എന്തൊക്കെ എവിടെയൊക്കെ പോയി. പിന്നെ ബിഗിനേഴ്സ് എന്ന നിലയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഒരു അക്സെപ്റ്റൻസ് കിട്ടി. ഞാനും ഉർവശിയും ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ തുടക്കകാലത്ത് അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളും ഉണ്ട്. ഒരുപാട് എഫേർട്സ് എടുത്ത് ഉർവശി ആദ്യമേ നായികയായിട്ടാണ് വന്നത്. ഞാൻ എടുത്തിട്ടുള്ള ഒരു കുറേ എഫേർട്സ് ഉണ്ട്. പലരോടും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി ഈ വേദിയിൽ വെച്ച് പറയാണ്, ചിത്രം സിനിമയിൽ എടുത്ത് നോക്കുക. അന്ന് ഞാൻ ഒരു 2 സീനിൽ മാത്രമേ ചിത്രത്തിലുള്ളൂ. അവിടെ ലൊക്കേഷനിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു.
അപ്പോൾ MG സോമേട്ടന് വേണ്ടി ഡ്യൂപ്പായിട്ട് ഓടിയിരിക്കുന്നത് ഞാനാണ്. ഇനി നിങ്ങൾ ചിത്രം കാണുമ്പോൾ ശ്രദ്ധിക്കുക. മോഹൻലാൽ ചേസ് ചെയ്യുന്ന MG സോമന് വേണ്ടി ഡ്യൂപ്പായിട്ട് ഓടിയിരിക്കുന്നത് ഞാനാണ്. കാക്കി പാൻറ് വിട്ട് ഞാനാണ് ഓടിയിരിക്കുന്നത്. അന്ന് മണിയമ്പള രാജു എന്നെ കളിയാക്കി. അളിയൻ ഡ്യൂപ്പായിട്ട് അഭിനയിക്കാൻ അളിയൻ ബെസ്റ്റാണ്. പക്ഷെ ജഗദീഷേട്ടൻ്റെ കോമഡിയെ പറ്റി പറയുമ്പം ഒരു കാര്യം പറയേണ്ടത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കിയിട്ട് കോമഡീസ് വരുന്നത്. പക്ഷെ ജഗദീഷേട്ടൻ്റെ കോമഡി നിങ്ങൾ ഏത് സിനിമയിലെ എടുത്ത് നോക്കിക്കോ, പണ്ട് തൊട്ടിട്ടായാലും ഇന്നേ വരെ ഒരാളെ ബോഡി ഷേവിങ് ചെയ്തിട്ടോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോട് കൂടിയിട്ടാണ് അന്നും ഇന്നും ജഗദീഷേട്ടൻ്റെ കോമഡീസ് വരുന്നത്. അത് ശരിയാണ് മീനാക്ഷി. ഡബിൾ മീനിങ് ഉള്ള ഡയലോഗ് ഒന്നും ഞങ്ങൾ പറയാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു. യെസ്. പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ കന്നി താമരപ്പൂമോളേ കന്നി താമരപ്പൂമോളേ പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ കടല് കണ്ണൊരു മുത്തല്ലേ കുളിരിൽ കോരണ മുത്തല്ലേ ഹോയ് ഹോയ് ഏലേലം തോണിയില് അരയനു താലോലം കിരിക്കണല്ലേ ഏലേലം തോണിയില് അരയനു താലോലം കിരിക്കണല്ലേ മാനത്ത് പറക്കണ ചെമ്പരുന്തേ, മാനത്ത് പറക്കണ ചെമ്പരുന്തേ, മീനിന്ന് മത്തിയോ ചെമ്മീനോ, മീനിന്ന് മത്തിയോ ചെമ്മീനോ, അർത്തുങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ, അർത്തുങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ, ഒരു നല്ല കോട് താ കടലമ്മേ, ഒരു നല്ല കോട് താ കടലമ്മേ. പണ്ടൊരു മുക്കുവൻ മുത്തിനു പോയി, പണ്ടൊരു മുക്കുവൻ മുത്തിനു പോയി, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി, അരയത്തി പെണ്ണ് തപസ്സിരുന്ന്, അരയത്തി പെണ്ണ് തപസ്സിരുന്ന്, അവനെ കടലമ്മ കൊണ്ടുവന്ന്, അവനെ കടലമ്മ കൊണ്ടുവന്ന്, അരയൻ തോണിയിൽ പോയാലേ അവന് കാവല് നീയാലേ, ഹോയ് ഹോയ് നിന്നാണേ എന്നാണേ കണവൻ തന്നെ എനിക്ക് കാണൂല, പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ ഓടിയതല്ല സാർ എന്നിട്ട് ഓടിക്കണതല്ലേ? സാറേ ഓടുന്നു. നിനക്കൊരു കാര്യം അറിയോ? നിങ്ങളെല്ലാം കേൾക്കണം. ഞാനേ പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റിന് പോലും ഓടാത്തൊരു മനുഷ്യനാ, അറിയോ?
എന്നിട്ട് പിന്നെ സാറിന് എങ്ങനെയാണ് ജോലി കിട്ടിയത്? എങ്ങനെയാണ്? എന്റെ അച്ഛൻ മരിച്ച കോട്ട കിട്ടിയ ജോലി ചെയ്തു. അത് ഏത് കോട്ടയാണ്? അത് തിരുവനന്തപുരത്ത് കിഴക്കേ കോട്ട. അറിയോ? സാർ പോയി സാർ ചുമ്മാ കയറി ഇടപെടലേട്ടാ. ഓഹോ, അപ്പൊ അതാണ് എന്റെ പ്ലാൻ. എന്ത്? നിന്റെ സങ്കേതത്തിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നേക്കണല്ല. ഏത് ഇതോ? എന്റെ ആൾക്കാരെ മുഴുവൻ വിളിച്ചിരുത്ത് ആ ധൈര്യത്തിലല്ലേ നീ പൊളക്കണത്. ഏത് ഈ ശാന്ത മത്സരമാണോ എന്റെ ആ മത്സരെ കാത്ത നിസാരക്കാരല്ലെന്ന് എനിക്കറിയാം കേട്ടോ. ആകാശേ, പിറവൻ ജംഗ്ഷനിൽ വെച്ച് ഹെൽമെറ്റ് ഇല്ലാതെ വന്നപ്പോ ഞാൻ പിടിച്ചതാ. പിന്നെ വിട്ടാനാന്നറിയാവോ? ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് വന്ന വീഡിയോ ഇവന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ സമ്മതിക്കത്തില്ല. ഇത്രയും പൂ എടുത്തോളൂ. ഈ പൂവാണ് വിഷയം. സാർ ഇത്രയും പൂവില്ല സാറേ ഞാൻ പറിച്ചെടുത്തു. എടാ, നീ 1 പവൻ സ്വർണ്ണം കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ ഇത്ര ടെൻഷൻ പിടിക്കില്ലായിരുന്നു. ഇത്ര പൂവായിട്ട് പോയ സ്വർണ്ണത്തേക്കാ വില ഉണ്ടായി. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും ഞാൻ. സാർ ഇവിടെ ആളുകളൊന്നും എനിക്കൊരു പ്രശ്നമില്ല. സാർ ഇവിടെ ഗസ്റ്റ് സാർ അങ്ങോട്ട് അങ്ങോട്ട് ഞാനെന്തിനു നോക്കാം. ഇവിടെ സെലിബ്രിറ്റികളുണ്ട്. സെലിബ്രിറ്റി സാർ നോക്ക്. അയ്യോ സാറേ, ആരുടെ ഇരിക്കണത്? ഏതാ സാറേ? ചേച്ചിയല്ലേ? ഉർവശേച്ചിനെ കാണാൻ വേണ്ടി ഞാൻ തിരക്കി നടക്കുമായിരുന്നു. ഉർവശേച്ചി എന്നെ ഒന്ന് ശപിക്കണം. ഉർവശി ശാപ ഉപകാരം എന്നാണല്ലോ. നല്ല ഉപകാരം ഉണ്ടായി. ഞാൻ SI മാറി DIG ആയാൽ പിന്നെ വല്ലൊക്കെ പറയുന്നുണ്ടോ? ഇരുന്ന് ഓർഡർ ഇട്ടാ പോരേ. എന്റെ ചേട്ടാ വിചാരം അവിടെ നിന്ന് ചിരിക്കാണ്ട് ഇതിനൊരു തീരുമാനം. ഞാൻ ഇച്ചിരി പൂ മോട്ട് ഈ പുള്ളി വിഷയം ഉണ്ടാക്കണം. വിജയൻ അറിയോ, ഞാൻ ഒരു നേരത്തെ പൂവിന് വകയില്ലാത്ത വീട്ടിൽ ജനിച്ച ആളാണ്. അല്ല, സാധാരണ നമ്മള് ഒരു നേരത്തെ കഞ്ഞിയില്ലാത്ത വീട്ടിൽ ജനിച്ചെന്ന് പറയാം. വിഷുവിന് പൂവല്ലേ മെയിൻ. ഇത് എന്താ ആവശ്യമില്ലാത്ത ലോജിക്കും പിടിച്ചോണ്ട് വരും. വിഷു അറിയോ? ഞാൻ 4 വർഷമായി വിഷു എന്താണെന്ന് അറിഞ്ഞിട്ട്. അതെന്താണ് നിങ്ങളുടെ വീട്ടില് കലണ്ടർ ഇല്ലേ? കലണ്ടർ ഇല്ലാത്തോണ്ടല്ല, തലേദിവസം സാധനം അടിച്ചു കയറ്റിട്ട് ബോധമില്ലാണ്ട് കിടന്നാ പിന്നെ എങ്ങനെയാണ് വിഷു എങ്ങനെയാണ് അറിയണത്? മനസ്സിലാക്കണം. എന്റെ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഒരു കണിക്കൊന്ന നിപ്പുണ്ട്. എന്റെ ക്യാബിൻ തുറന്നിട്ട് ആ ജനല് മാറ്റി കച്ചമുക്കി നോക്കി കഴിഞ്ഞാൽ എനിക്ക് കണിക്കൊന്ന കാണാൻ പറ്റും. എല്ലാ വർഷവും വിഷുവിന്റെ തലേദിവസം വന്ന് ഇവൻ കണിക്കൊന്ന അടിച്ചിട്ട് പോകും. നിങ്ങളൊക്കെ കണി കണ്ടല്ലേ ഉണരുന്നത്? ഞാൻ ചമ്മിയാണ് ഉണരുന്നത്. ഇവന് കണിക്കൊന്ന പറിച്ചിട്ട് പോകും. പിന്നെ ഞാനങ്ങനെ കണി കാണും. അല്ല, കുറച്ച് പൂവിന്റെ കാര്യമല്ലേ വിട്ടുകള സാറേ. എനിക്കറിയാം. ടൈലർ മണി ഇവന്റെ കൂടെ നിൽക്കുള്ളെന്ന് എനിക്കറിയാം. നിനക്കറിയാൻ പറ്റില്ലേ? ഇയാളെ എനിക്കറിയാം. ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ട് ആ ബ്ലൗസെ പിടിച്ച് കയറി ഒരു കാറിനേരെ 5 ബാറ്റ ടോർച്ച് അടിച്ചു പിടിച്ച ആളെ നിന്റെ കൂടെ നിൽക്കുള്ളൂ. മണി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സേതുരാമയ്യയുടെ സ്ഥാനത്ത് ഞാനാണ് കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ 3ാമത്തെ സീനിൽ തന്നെ പിടിച്ചകത്തിട്ടേ. അപ്പൊ സിനിമ മുന്നോട്ട് പോകണ്ടേ സാറേ? സിനിമ എനിക്കൊരു വിഷയമല്ല. ഞാൻ കേസ് ഏറ്റെടുത്താൽ പിന്നെ കേസിന്റെ വഴിക്ക് പോകും. ഇതുപോലുള്ള കേസുകൾ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സ്റ്റേഷന്റെ അതിർത്തി കയറി ഞാൻ പൂ പറിച്ചിട്ട് പുള്ളി അത് അതാണ് പുള്ളി പൂ പറിക്കുന്നല്ല. നീ അങ്ങനെ എന്നെ കൊച്ചാക്കി കളിയാക്കല്ലേ. എടാ, 100 കണക്കിന് കൊലപാതകം നടക്കുന്ന സ്ഥലത്തേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുന്ന ഒരു SI ആണ് ഞാൻ. അല്ല സാറ് അങ്ങനെ പറയണ്ട. അത് ഞാനും പോകാറുണ്ട്. അങ്ങനെ ഞായറാഴ്ച വരെ ചിക്കൻ കടയില്. ചിക്കൻ കട അവിടെ 100 വെട്ടി വീഴ്ത്തൂലോ. പ്ലാൻ ചെയ്ത് എന്നെ തളർക്കാനുള്ള പ്ലാനാണ്. ഇല്ല മോനെ, ഇവനെ ഞാൻ അകത്താക്കും. എടാ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഒരുപാട് പ്രമാദമായ കേസുകൾ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. വിശ്വവിഖ്യാതമായ മൂക്ക്. അത് ബഷീറിന്റെ മാത്രം മൂക്കുള്ളൂ സാറ്. നീ കണ്ടവനൊക്കെ മൂക്കെ പിടിക്കണം. എന്തിനാ മൂക്കിന്റെ കേസ് എടുത്ത്? ഒരുപാട് മൂക്കല്ലേ. എന്റെ സ്വഭാവം ശരിയല്ല. ആരാണ് മൂപ്പിച്ചത്? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ പൂക്കളൊക്കെ ആയിട്ടാണ് ഈ ഫ്ലോറിലോട്ട് കയറിയത്? ഈ ചാനലിന്റെ പേരെന്താണ്? ഫ്ലവേഴ്സ്. പിന്നെ ഫ്ലവറുമായിട്ട് ഞാൻ പിന്നെ 24 ചെന്ന് കയറാൻ പറ്റുമോ? ഇതുപോലെ ഉടായ്പ ലോജിക്കാൻ പറയൂ. പൂവിന്റെ സംഭവം തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. നിന്നെ ഇടിച്ച് ഞാൻ കൂട്ടിഞ്ഞു. സാറേ ഈ പൂ ഞാൻ തന്ന വിഷയമല്ല. നിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് നിനക്ക് എന്നെ തല്ലണം എന്നുള്ള എനിക്ക് പോലീസുകാരെ ഞാൻ അങ്ങനെ തല്ലിയില്ല സാറേ. അല്ല, നീ തല്ലടാ. അല്ല സാറേ, ഞാൻ യൂണിഫോമിലേക്ക് യൂണിഫോം ഒന്നും എനിക്കൊരു വിഷയമല്ല. നീ തല്ലിട്ട് പോയാൽ മതി. ഇല്ല, ഞാൻ യൂണിഫോം വേണ്ട സാറേ, അത് മോശമാണ്. പേര് ഇവിടെ കണ്ടിരിക്കുക. ഇനി നീ എന്നെ വെല്ലു വിളിച്ചിട്ട് നീ എന്നെ തല്ലിട്ട് അടിച്ചിട്ട് പോയാൽ മതി. സാറിപ്പോ പറയും പിന്നെ വിഷയം. ഒരു വിഷയമില്ല. ഞാനിത് ഇന്ന് 2 അറിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. പൊറോക്കെ ഇടിച്ചിട്ട് ഇഡലി തട്ട് പോലെ ആക്കിയല്ലോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓണാശംസകൾ. സോറി, ഓണാശംസ. ഇത് വിഷുവാണ്. വിഷുവാണോ? എന്നാ പിന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ. അതെ, പിന്നെ ഞാൻ കോട്ടക്കൽ വരെ ഒന്ന് പോകുക. എന്തിനാ? അവിടെ ഒരു കേസ് ഒന്ന് തിരുമിക്കാനുണ്ട്. കേസ് തിരുമിക്കാനോ? ഒരു കേസ് തെളിയിക്കാനുണ്ട്. ഞാൻ പോയിട്ട് വരാം. പെട്ടെന്നല്ലേ ഞാൻ പറഞ്ഞില്ല സാറേ, ഇത് ഏരിയ വേറെ അന്ന് സാറിന് പറഞ്ഞില്ല. സാർ അന്നേരം മനസ്സിലായില്ലല്ലോ. ഒരു സന്തോഷം ചേച്ചി. എന്റെ വക. വളരെ സന്തോഷം. എന്തായിരുന്നാലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷം കേട്ടോ. സന്തോഷമൊക്കെ 500 രൂപ വെച്ച് രണ്ടുപേരും എടുത്തേ. 500 രൂപ വെച്ച് രണ്ടുപേരും എടുക്ക്.
അല്ല അത് പറഞ്ഞപ്പോ സാറിന് അങ്ങോട്ട് നോക്കണം സാറേ. ഒരു 500 രൂപ എടുക്കും സാർ. ഇത് ഇപ്പൊ പുള്ളി വായി നാക്കില്ല. അല്ല ശരിയാണ്ടാ കാണിക്കൊന്നും കിട്ടാൻ. 500 രൂപ എടുക്കും സാറേ. അല്ല പൈസ ഉണ്ടോ ഇല്ലയോ അത് പറ ആദ്യം. ഇത് അയച്ച് തന്നാ മതിയോ? അതുപോലെ എനിക്ക് 500 രൂപ കിട്ടണം. എനിക്ക് മുക്കുകൊണ്ടം വേണ്ട. മുക്കുകൊണ്ട വല്ല നല്ലതോ? 500 രൂപ ഉണ്ടോ? ഒരു കാര്യം ചെയ്യേ, ആ ഞങ്ങളുടെ സ്നേഹമായിട്ട് കണക്കാക്കി ഈ പൂവ് കൊണ്ടുപോയി. അതാണ് അപ്പൊ ഓസിന് വേണം. അതാണ് മെയിൻ പരിപാടി. വയറ്റിലും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് ഒരു കെട്ട് പൂവിക്കാം. വേണോ? 500 രൂപ എടുക്കാനുണ്ടോ? വേണ്ട 1000 രൂപ. ഇല്ല ഈ ഓസ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ പിടിച്ച ഒരു കെട്ട് പൂവിന് 1000 രൂപ. ഒരു കെട്ട് പൂവിന് 1000 രൂപ. ഒരു കെട്ട് പൂവ് എടുക്കുന്നുണ്ടോ? വേണ്ട 10 പൈസ മുടക്കണ പരിപാടിയില്ല. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവർക്കും ഹാപ്പി വിഷു. ബിജുചേട്ടാ, നസറിക, നിങ്ങൾക്ക് രണ്ടാൾക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരാളെയാണ് ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതാരാണ്? അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. എങ്കിലും ഇന്നും ഉള്ള നമ്മുടെ ലേറ്റസ്റ്റ് താരങ്ങളെ ഒന്ന് അനുകരിക്കാൻ പറഞ്ഞാൽ പുട്ടുപോലെ അദ്ദേഹം ചെയ്യുന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അല്ല അങ്ങനെ എനിക്ക് തോന്നുന്നത് കൈവിരലിൽ എണ്ണാവുന്ന 1, 2, 3 പേരുണ്ടാവുള്ളൂ. അതെ, മിമിക്രിയുടെ തല തൊട്ടപ്പന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ഒരു ക്ലൂ കൂടി തരാം. കൊല്ലത്ത് നിന്നാണ് അദ്ദേഹം. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് നമ്മളൊരു സ്നേഹാദരം കൊടുക്കാൻ പോവാണ് നമ്മുടെ ഐറ്റം വേറെയുടെ വേദിയിൽ. അപ്പൊ നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്താലോ? ഓക്കെ. സിറാജിക്ക പ്ലീസ്. Yes, here we have നമ്മുടെ സ്വന്തം കൊല്ലം സിറാജിക്ക. താങ്ക് യു. ഞാനിപ്പോ ഇൻട്രോ പറഞ്ഞപ്പോ പറയായിരുന്നു ഇവരെ കൂടെ ഒക്കെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതല്ലേ? ഒരു ബെസ്റ്റ് മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞ. പ്രോഗ്രാം ചെയ്തല്ലെന്നല്ല, ഞാനൊക്കെ കാണാൻ കൊതിച്ചിരുന്ന ആളാണ്. നമ്മുടെ ഗുരുനാഥനാണ്. ഞാനൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി പോയിട്ടുണ്ട് സിറാജിക്കയുടെ പ്രോഗ്രാം കാണാനായിട്ട്. അന്നൊക്കെ എന്ന് വെച്ചാൽ സിറാജിക്ക കോമഡി വിത്ത് സ്റ്റാറുകളുടെ ബഹളമാണ്. ഈ മനുഷ്യനൊന്നും കാണാൻ കിട്ടില്ല, കാരണം അത്രക്ക് തിളങ്ങി നിൽക്കുന്ന സ്റ്റാറായിരുന്നു. ബാക്കിലൊക്കെ നമ്മൾ പോകുമല്ലോ, അന്നേരത്തും നമുക്ക് ഇക്കനെ കാണാൻ പറ്റൂലായിരുന്നു. കാരണം വലിയ വലിയ ആളുകളൊക്കെ വന്ന് സംസാരിക്കലും അതും ഇതൊക്കെയാണ്. അത്രക്ക് വലിയ മനുഷ്യനാണ് പുള്ളിക്കാരൻ. അപ്പം നമ്മളായിട്ട് കളിച്ചില്ല എന്ന് ചോദിക്കണത് പുള്ളിക്കാരനെ നിസ്സാരമാക്കണതാണ്. അതിലൊക്കെ വളരെ വളരെ ഉയർന്ന ആളാണ് പുള്ളി. സിറാജിക്ക എത്ര വർഷമായി ഫീൽഡിൽ സിറാജിക്ക വന്നിട്ട്? ഇപ്പം ഒരു 50 അതിനടുത്തായിട്ടില്ലേ? 50 വർഷം. ആദ്യകാലത്തെ മിമിക്രിക്കാരിൽ ഒരാളാണ് പുള്ളി. വാവ്, ഞാനും ഭയങ്കര ഓണാണ് കേട്ടോ ഇങ്ങനെ ഒരാളുടെ ഒപ്പം ഈ ഒരു വേദി ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ. മൈ ബ്ലെസ്സിംഗ്. അപ്പം നമ്മൾ എന്തായാലും ഇവിടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ സിറാജിക്കയ്ക്കായിട്ട് ഒരു സ്നേഹാദരം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിലേക്ക് കടക്കാം. ബിഫോർ ദാറ്റ്, സിറാജിക്ക, നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത് ഐറ്റം വേറെയുടെ സ്റ്റേജിൽ ഒരു കിടിലം പെർഫോമൻസ് പ്ലീസ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇത് ഐറ്റം വേറെയുടെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ വക ഒരു ചെറിയ സന്തോഷം, ഒരു ചെറിയ മിമിക്രി. കമൽഹാസൻ്റെ ശബ്ദാനുകരണത്തോടെ ആരംഭിക്കാം. ഗുണ എന്ന സിനിമയിൽ കമൽഹാസൻ്റെ ആ ഡയലോഗും പാട്ടും മഞ്ഞുമൽ ബോയ്സിലൂടെ വീണ്ടും വൈറലായിരിക്കുക. അപ്പോൾ കമൽഹാസൻ്റെ ആ ഡയലോഗും ആ പാട്ടും ഞാനൊന്ന് അവതരിപ്പിക്കുകയാണ്. കൺമണി അൻപോടെ കാതലൻ ഞാൻ എഴുതും കടിതം, കടിതമേ പടി. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. പാട്ടാകവേ പഠിച്ചു കിട്ടിയ. അപ്പം നാനും ഉൻ കൂടെ முதல்ல கண்மணி சொன்ன இல்லை, இப்போ பொன்மணி போட்டுக்கோ. பொன்மணி பொன்மணி உன் வீட்டில் உனக்கு சௌக்கியமா நான் இன்று சௌக்கியம். பொன்மணி உன் வீட்டில் சௌக்கியமா நான் இன்று சௌக்கியமே. சபாஷ். உன்னை நினைச்சு பார்க்கும்போது அருவி மாதிரி கவிதை கொட்டுது. താങ്ക് യു. ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ ഈ ഗുണ എന്ന സിനിമയിൽ നസീർ സാർ അഭിനയിച്ചിരുന്നുവെങ്കിൽ ഇത് മലയാളത്തിൽ ഈ ഡയലോഗും പാട്ടും എങ്ങനെയാകുമെന്ന്. നസീർ സാർ. കൺമണി, സ്നേഹത്തോടെ നിന്റെ കാമുകൻ ഞാൻ എഴുതുന്ന പ്രേമലേഖനം വായിക്കൂ, കേൾക്കട്ടെ. കൺമണി സ്നേഹത്തോടെ കാമുകൻ ഞാൻ എഴുതും പ്രേമലേഖനം. ഓഹോ, അതൊരു പാട്ടാക്കി മാറ്റിയല്ലേ, മിടുക്കി. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത വരി. പൊന്മണി, നിന്റെ വീട്ടിൽ നിനക്ക് സുഖമാണെങ്കിൽ എനിക്കിവിടെ പരമസുഖം. ഒരു കാര്യം കൂടി എഴുതിക്കോളൂ, ജിഞ്ചിന്നാക്കിടി. ഇത് തന്നെ അനശ്വരനായ നടൻ ജയൻ അഭിനയിച്ചിരുന്നുവെങ്കിൽ ഈ ഡയലോഗും പാട്ടും എങ്ങനെയാകും എന്നുള്ളത് അവതരിപ്പിക്കുകയാണ്. ജയൻ. കൺമണി,
സ്നേഹത്തോടെ നിന്റെ കാമുകൻ ഞാൻ എഴുതുന്ന പ്രേമലേഖനം വായിക്കൂ. കൺമണി സ്നേഹത്തോടെ കാമുകൻ ഞാൻ എഴുതും പ്രേമലേഖനം. നീ കൊള്ളാമലോടി കൊച്ചേ. അതിനിടയിൽ അതൊരു പാട്ടാക്കി മാറ്റിയല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത വരി, പൊന്മണി നിന്റെ വീട്ടിൽ നിനക്ക് സുഖമാണെങ്കിൽ എനിക്കിവിടെ പരമസുഖം, ഇതേറ്റം വേറെ. ഇപ്പം എന്തായാലും പഴയ 2 നടന്മാരെയാണ് ഇപ്പൊ ചെയ്തത്. ഇപ്പം ഞാനൊരു ന്യൂജൻ കുട്ടി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഈ സെയിം ഡയലോഗ് നമ്മുടെ ദുൽഖർ സൽമാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? നമുക്ക് കേൾക്കാം. പ്ലീസ്. ഡയലോഗ് അത് പഠിച്ചു വെച്ചിട്ടില്ല, അങ്ങനെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. പരീക്ഷണമാണ്. കൺമണി സ്നേഹത്തോടെ നിന്റെ കാമുകൻ ഞാൻ എഴുതുന്ന പ്രേമലേഖനം. പൊന്മണി നിന്റെ വീട്ടിൽ നിനക്ക് സുഖമാണെങ്കിൽ എനിക്കിവിടെ പരമസുഖം. സൂപ്പർ. ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ ആക്ച്വലി ഇവിടെ ഇൻട്രോ പറഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു, ഇപ്പൊ ഉള്ള നടന്മാരെ പോലും ഇത്ര അപ് ടു ഡേറ്റ് ആയിട്ട് പെർഫെക്ഷനോട് കൂടിയിട്ട് അനുകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് നമുക്ക് എന്തായാലും ഒരു വലിയ കൈഡി. ചുരുക്കി പറഞ്ഞാൽ എന്നെ കൊണ്ട് പറയിപ്പിക്കും. ഓക്കെ ഓക്കെ. ഒരു വടക്കം വീരഗാഥ എന്ന സിനിമ വീണ്ടും റിലീസായിരിക്കുകയാണ്. അതിൽ മമ്മൂക്ക പറഞ്ഞ എല്ലാ ഡയലോഗുകളും സൂപ്പർ ഹിറ്റുകളാണ്. അതിൽ മമ്മൂക്ക പറഞ്ഞ ഒരു ഡയലോഗ് 1-2 താരങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് കൂടി ഞാനിവിടെ അവതരിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ച് ഞാൻ പറയുന്നില്ല, കാര്യം ഭയങ്കര വെയിറ്റും അറിയാമല്ലോ വടക്കം വീര. അതുകൊണ്ട് ഡയലോഗ് ഏതാണെന്ന് പറയാം. ഇരുമ്പാണി തട്ടി മുളയാണിയാക്കി പൊൻകാരം കൊണ്ട് ചുരുക വിളയ്ക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. ഈ ഡയലോഗ് ഇത് അന്തരിച്ചു പോയ നെടുമുടി വേണുചേട്ടൻ്റെ ശബ്ദത്തിൽ. എന്താ ഇത്? ഇരുമ്പാണി തട്ടുക എന്നിട്ടത് മുളയാണിയാക്കുക, പൊൻകാരം കൊണ്ട് ചുരുക വിളയ്ക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുക്കുക. 16 പണം പോയിട്ട് 10 പൈസ കയ്യിലെടുക്കാനില്ല, ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇനി അടുത്തത് നമ്മുടെ രാഘവൻ ചേട്ടൻ്റെ ശബ്ദം. ഒരു വ്യത്യസ്തമായ അക്ഷര സ്ഫുടതയോടെ ഡയലോഗ് പറയുന്ന ഒരു നടനാണ് രാഘവൻ ചേട്ടൻ. നസീസാർ മധുസാറിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ വന്ന ന്യൂ ജനറേഷൻ നടനാണ് രാഘവൻ ചേട്ടൻ. ഇപ്പോൾ സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹം അഭിനയിച്ച ഒരു സീരിയൽ ഞാനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഡയലോഗ് പറയും, ഇരുമ്പാണി തട്ടി മുളയാണിയാക്കി പൊൻകാരം കൊണ്ട് ചുരുക വിളയ്ക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവനാ ചന്തു. മാറ്റച്ചുരിക ചോദിച്ചപ്പോഴൊക്കെ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവനാ ചന്തു. പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് ആ പാടൻ നിങ്ങളുടെ നാട്ടിൽ. ഇനി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തമിഴിലാക്കിയ ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും നോക്കാം. ഓക്കെ. കണ്ണാ ഇരുമ്പാണി തട്ടി മുളയാണി വിത്ത് പൊൻകാരത്തിനാല് ശുരുക വിളക്കതുക്ക് കൊല്ലം കിട്ട 16 പൊൻപളത്ത് കൊടുത്തു വിട്ട നായില്ല. இது பாஷா ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. ஏன் தெரியுமா கண்ணா, இந்த பாஷா கிட்ட எக்கோ சிஸ்டம் இருக்கு. എന്റെ ചേട്ടാ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇപ്പൊ പല ആക്ടേഴ്സ് പല രീതിയിൽ ഈ ഡയലോഗ് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ അത്ഭുതപ്പെടുത്തിയല്ലോ. എങ്ങനെയാണ് സെൽഫ് ട്രെയിൻ ചെയ്യുന്നത്? ഇങ്ങനെ കേട്ടാണോ പഠിക്കുന്നത്? ആ പ്രോസസ്സ് നമുക്കൊന്ന് കേട്ടാ കൊള്ളാം. പറഞ്ഞു തരുമോ? 50 വർഷത്തെ പാരമ്പര്യം അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ നടന്മാരുടെ ശബ്ദം അനുകരിച്ച് പഠിച്ചത്, ആ നടന്മാരുടെ സംഭാഷണ ശൈലി ആദ്യം അങ്ങ് പഠിച്ചെടുക്കും. എന്നിട്ട് അതിങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നടൻ്റെ ശബ്ദം കടന്നു വരും. അങ്ങനെയാണ് ചെയ്തത്. ഓക്കെ. അത് ഈ നമ്മുടെ പഴയകാല നടന്മാർക്ക് ഒരു പ്രത്യേക സംഭാഷണ ശൈലിയുണ്ട് സ്ഥിരമായിട്ട് എല്ലാവർക്കും. ഒരു അഭിനയത്തിന്റെ ഒരു ഇപ്പോഴത്തെ നടന്മാർക്ക് അതില്ല. ചാക്കോച്ചനായാലും അരിജയസൂര്യ ആയാലും നമ്മുടെ സാധാരണ രീതിയിലുള്ളൊരു സംസാര രീതിയാണ്. അതുകൊണ്ട് അവരെ അങ്ങനെ സംഭാഷണ ശൈലിയിലൂടെ പിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഡയറക്റ്റ് തന്നെ പോകേണ്ടി വരും. രാജൻ ചേട്ടൻ്റെ ശബ്ദം, രാജൻ പി ദേവിൻ്റെ അദ്ദേഹത്തിന് പ്രത്യേക സംഭാഷണ ശൈലിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണ ശൈലിയും അങ്ങനെയാണ്. ഞാൻ സംഭാഷണ ശൈലി പഠിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ചത്. രാജൻ പി ദേവിൻ്റെ എടാ പന്ന പുല്ലുകളെ, എടാ നിന്റെയൊക്കെ അപ്പൻ വെട്ടുതോമ, അതെനിക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാടോ പന്നികളെ നിന്നെയൊക്കെ ഇപ്പം വെറുതെ വിടുന്നേ. രക്ഷപ്പെട്ട് പൊയ്ക്കോ. ചെല്ല്. അടിപൊളി. ആദ്യം പഠിച്ച നടൻ ഏതായിരുന്നു ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട്? ഫസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്ത 2-3 നടന്മാരെ ഒരുമിച്ചങ്ങ് പഠിച്ചു. നസീർ സാറ്, ജയൻ വന്ന് തുടങ്ങിയിട്ടില്ല.
ജയനിലാണ് ശരിക്കും പറഞ്ഞാല് അല്ലേ ഒരു സൂപ്പർ സ്റ്റാർ ആവണത്. ജയൻ വന്ന് തുടങ്ങിയിട്ടില്ലേ, തുടക്കം നസീർ സാറ്, കെ പി ഉമ്മർ, ആലുമൂടൻ, ശങ്കരാടി, ഇവരുടെയൊക്കെ ശബ്ദമാണ് അനുകരിച്ചത്. അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ. പിന്നീടാണ് ജയൻ സാറ് വരുന്നത്. അപ്പോൾ ജയൻ സാറ് ചെറിയ ചെറിയ വേഷങ്ങളും വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴേ ഞാൻ ജയൻ്റെ ശബ്ദം വേദിയിൽ അവതരിപ്പിച്ച് തുടങ്ങി. ഞാൻ നല്ല മിമിക്രി അവതരിപ്പിച്ച് നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് നിസ്സംശയം ഒരു കാര്യം പറയാൻ പറ്റും, മിമിക്രി വേദിയിൽ ആദ്യം ജയനെ അവതരിപ്പിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. അടിപൊളി അടിപൊളി. നമുക്കെന്നാ ശങ്കരാടിയെ കൂടിയിട്ട് ഒന്ന് കേട്ടാലോ പ്ലീസ്. ഞാൻ പറയാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതാ. അത് ഇഷ്ടപ്പെടും. അത് അങ്ങനെ പറയല്ലേ. നസീർ സാറ് നെല്ല് എന്ന സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ചെറുപ്പത്തിലെ നാട് വിട്ടവനാണ് ഞാൻ, പല നാടുകൾ കണ്ടു, പല ഭാഷകളും പഠിച്ചു, ഒടുവിലാണ് ഇവിടെ എത്തിയത്, ഇനി എനിക്ക് എൻ്റെ അമ്മയുടെ പിണ്ടം പാപനാശത്തിലേക്ക് ഒഴുകും. ഈ ഡയലോഗ് മുമ്പ് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ശങ്കരാടി പറയാനുള്ളൊരു തീരുമാനമില്ലായിരുന്നു. ഇത് ശങ്കരാടി ചേട്ടൻ്റെ ശബ്ദത്തിൽ. ചെറുപ്പത്തിലെ നാട് വിട്ടവനാ ഞാൻ, പല നാടുകൾ കണ്ടു, പല ഭാഷകൾക്കും പഠിച്ചു, പല പെണ്ണുങ്ങളെയും കണ്ടു, ഒടുവിലാണ് ഇവിടെ എത്തിയത്, ഇനി എനിക്ക് എൻ്റെ അമ്മയുടെ പിണ്ടം അങ്ങ് പാപനാശത്തിൽ ഒഴുക്കണം. ഇതെന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം. സൂപ്പർ. ഓക്കെ, ഇനിയിപ്പോ ഞാൻ വീണ്ടും ന്യൂജനിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റാരുമല്ല, പൃഥ്വിരാജ് സുകുമാരൻ. ഇങ്ങനെ എടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പൃഥ്വിരാജിന്റെ പറയാറില്ല. എന്റെ പൊന്നു വെങ്കച്ച എന്ന് പറയുന്ന അവസ്ഥയായിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ പേര് പറഞ്ഞുകൊണ്ടൊരു കാര്യം ചെയ്യാം. പൃഥ്വിരാജ് അഭിനയിച്ച എന്ന് നിന്റെ മൊയ്തീൻ നേതൃത്വത്തിലെ ഒരു ഡയലോഗ് 1-2 താരങ്ങൾ പറഞ്ഞാൽ ഇരിക്കുമെന്ന് നോക്കാം. അല്ല, ആ ഡയലോഗ് വേറെ താരങ്ങൾ പറയുന്നു. അതെ അതെ. ഈ പുഴയുടെ കര പിടിച്ചു നിന്നാൽ അങ്ങ് അറബിക്കടൽ. ആദ്യം പൃഥ്വിരാജിന്റെ അച്ഛൻ സുകുമാരൻ സാറിന്റെ ശബ്ദത്തിൽ ഈ ഡയലോഗ്. അയ്യോ പാവം, അല്ല ഇതാര് കാഞ്ചനി അമ്പടി കള്ളി, ഈ പുഴയുടെ കര പിടിച്ചു നടന്നാൽ അങ്ങ് അറബിക്കടലാണ്, അറബിക്കടൽ മാത്രം. ഇനി എത്ര കടപത്തെ തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ ചേരൂ. ഇരുവഴിഞ്ഞ് അറബിക്കടലുള്ളതാണെങ്കിൽ കാഞ്ചനം മൊയ്തീനുള്ളതാണ്. വല്ലതും മനസ്സിലായോടിയ കൊച്ചേ, ആ ചെല്ല് പോ. അടിപൊളി അടിപൊളി. ഇതേ ഡയലോഗ് തന്നെ ലാലു അലക്സ് വേറൊരു ശൈലിയിൽ അദ്ദേഹം പറഞ്ഞ വേറൊരു കഥാപാത്രമായിട്ട് വന്ന് പറയുന്നതാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. ലാലു അലക്സ്, മോളെ കാഞ്ചനെ, ഈ പുഴയുടെ കര പിടിച്ചു നിന്നാണ് അങ്ങ് അറബിക്കടലാണെന്നൊക്കെ പറയുന്നത് ചുമ്മാതാ. നീ എന്നോടൊപ്പം വരികയാണെങ്കിൽ നിന്നെ ഞാൻ കൊച്ചിയിൽ കൊണ്ടുപോയി കൊച്ചിക്കടപ്പുറം കാണിക്കാൻ വേണ്ടി മോളെ. സമ്മതമാണെങ്കിൽ നമുക്ക് നാളെ തന്നെ അങ്ങ് പോയേക്കാം, സമ്മതമല്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അങ്ങ് പോയേക്കാം. MS തൃപ്പൂണിത്തുറ ശബ്ദം കൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ, മോളെ കാഞ്ചനെ, ഈ പുഴയുടെ കര പിടിച്ചു കാണാൻ അറബിക്കടലാണെന്നൊക്കെ പറയുന്നത് ശരിയാ, പക്ഷേ എന്തുമാത്രം നടക്കണം, നമുക്കൊരു ഓട്ടോറിക്ഷ പിടിച്ചു പോകാവുന്നേ. ഓട്ടോറിക്ഷകളുടെ ശബ്ദവും എന്റെ ശബ്ദവും ഒരുപോലെ തന്നെയാ, സഹജവാസന അല്ലാതെന്താ. രണ്ടുപേരും ഇത്രയും കേട്ട് അവിടെ ഇരുന്ന് ഭയങ്കര ത്രിൽഡ് ആയിട്ട് കൈ കൊട്ടുന്നുണ്ട്. നസീർക്ക് അതുപോലെ തന്നെ ബിജേട്ടാ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. സിറാജിക്കന്റെ ഒരു ഫാൻ ബോയ് മൊമെന്റ് അല്ലേ രണ്ടുപേർക്കും? തീർച്ചയായിട്ടും. കാര്യം ഇതൊക്കെ നമ്മൾ ആരാധിച്ച് നടന്ന ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ ഇങ്ങനെ നിൽക്കാൻ തന്നെ പറ്റിയത് നമുക്ക് വളരെ സന്തോഷം. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിമിക്രി കളിക്കുമ്പോൾ നേരത്തേക്ക് ഇങ്ങനെയാണ് നിന്നിരുന്നത്. അപ്പോൾ ഒരു പെർഫോമൻസ് അവിടെ നിന്ന് കാണുക, അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത് വന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞത് നമ്മളൊക്കെ നേരത്തെയൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതാണ്. അത് ഇപ്പോഴാണ് സഫലമായത് ശരിക്കും പറഞ്ഞാൽ. അല്ല, ആ കാലത്തെ ഈ TV മാധ്യമങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും വേദികൾ അതേപോലെ പങ്കിട്ട ആളാണ്. അപ്പം ഓൾറെഡി കേരളത്തിലെ അല്ല വിദേശത്തുള്ള എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് കൊല്ലം സിറാജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്. എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ ബിജുക്കുട്ടൻ അല്ല, ഉള്ള കാര്യമാണൊക്കെ പറഞ്ഞത്. അല്ല, നമ്മളെല്ലാവരെ കുറിച്ച് അങ്ങനെ പറയാറില്ല. കാരണം ഇപ്പം ഇന്നത്തെ പോലെ അല്ലല്ലോ അന്നെന്ന് പറഞ്ഞാൽ കൊല്ലം സിറാജിൻ്റെ പരിപാടി ഇപ്പം നമ്മളെയൊക്കെ TV കാണുന്നതുകൊണ്ട് ആ ബിജുക്കുട്ടൻ നയിക്കുന്നതെന്ന് പറയും. അന്ന് ഇങ്ങനെ പറയണമെങ്കിൽ അന്ന് ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ സ്റ്റേജിലെ പെർഫോമൻസും പിന്നെ കാസറ്റിലെ പരിപാടികളും സിനിമയും കൊണ്ടൊക്കെ തന്നെയാണ് അന്ന് നമ്മളുടെ ആരാധന കഥാപാത്രം ഇത്. കൂടുതൽ പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും. അപ്പോൾ കുറച്ച് പറഞ്ഞാൽ അപ്പം എന്തായാലും ഇവരുടെ ഒരു റോൾ മോഡൽ ആയിട്ടുള്ള സിറാജിക്ക് ആദരിക്കാനുള്ള ചടങ്ങിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അപ്പം നസീറിക്കും ബിജുചേട്ടനും ഒരുമിച്ച് പ്ലീസ് ഡു ദി ഓണേഴ്സ്.
ഒരുപാട് സന്തോഷം സിറാജിക്ക. ഇനി 50 അല്ല 100 അല്ല അങ്ങനെ പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. 100 പോണല്ലേ. അപ്പൊ ഒരുപാട് സന്തോഷം ഈ ഒരു മൊമെന്റിന് സാക്ഷിയാവാൻ സാധിച്ചതിൽ. ഐ ടു ഫീൽ. അല്ല, അതിലുപരി ഞങ്ങൾക്കിത് കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഫ്ലവേഴ്സ് ടിവിക്ക് നന്ദി. ഇത് ഐറ്റം വേറെയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും, പ്രൊഡ്യൂസർ, അതുപോലെ ഗ്രൂമേഴ്സ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അല്ല, ഗ്രൂമേഴ്സ് ഇതിലും പങ്കുണ്ടോ? ഇതിലും പങ്കുണ്ടോ? കൊണ്ട് തോറ്റല്ല. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം വീണ്ടും കാണാൻ പറ്റിയതിൽ, ഈ വേദിയിൽ വരാൻ പറ്റിയതിലും. താങ്ക് യു സോ മച്ച്. അപ്പോൾ 3 പേർക്കും താങ്ക് യു. പ്ലീസ്. പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. തനന ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗരാമഴ. മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗരാമഴ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. അരികിൽ വരുമ്പോൾ പനിനീർമഴ, അകലത്തു നിന്നാൽ കണ്ണീർമഴ, മിണ്ടുന്നതെല്ലാം തെളിനീർമഴ, പ്രിയ ചുംബനങ്ങൾ പൂന്തേൻ മഴ, മെല്ലെ മാറോട് ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളിലിള നീർമഴ, മെല്ലെ മാറോട് ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളിലിള നീർമഴ, പുതുമഴ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. വിരഹങ്ങളേകി ചെന്തിമഴ, അഭിലാഷമാകെ മായാമഴ, സാന്ത്വനം തേടും കനിവിൻ മഴ, മൗനങ്ങൾ പാടി മൊഴിനീർമഴ, പ്രേമ സന്ദേശമോതെത്തുന്ന പുലരി മഞ്ഞിൻ മഴ, പ്രേമ സന്ദേശമോതെത്തുന്ന പുലരി മഞ്ഞിൻ മഴ, സ്വരമഴ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗരാമഴ.
ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില നീ സ്വന്തമാക്കും. മേഘപ്പഴങ്ക് കൊണ്ട് മാനത്ത് കോട്ടയ്ക്കിട്ടേ നിന്നെ ഞാൻ കൊണ്ടുപോകും. ആഹാ മിന്നൽ മേടിച്ചു നിന്ന് മാറത്തെ ചേല കൊണ്ട് നിന്നെ ഞാൻ മൂടിവെക്കും. അയ്യായ്യായ്യേ, അയ്യായ്യായ്യേ. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില നീ സ്വന്തമാക്കും. കണ്ണിൽ കതിർ കൊയ്യണം പൂവാലിയെ മഴമേഘണം. വിണ്ണിലെ വനവല്ലി മേൽ നിറ തിങ്കളാം തിരിവയ്ക്കണം. കോഴി കുഞ്ഞു പോൽ താരകൾ ചിന്നണം മാനത്തെ മുറ്റമാകെ. ഓ കാവേരി തെന്നലായി പൂമണം പൊങ്ങണം മരത്തെ കൂട്ടിലാകെ. നവലൊന്നിച്ചൊന്ന് പറ കുഞ്ഞുകൊമ്പിലിരുന്നൊന്നിച്ചൊന്ന് പറക്കാം. അയ്യയ്യയ്യേ, അയ്യയ്യയ്യേ, ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില നീ സ്വന്തമാക്കും. മേഘപ്പഴുങ്ക് കൊണ്ട് മാനത്ത് കോട്ടയ്ക്കിട്ടേ നിന്നെ ഞാൻ കൊണ്ടുപോകും. ആഹാ മിന്നൽ മേടിച്ചു നിന്ന് മാറത്തെ ചേല കൊണ്ട് നിന്നെ ഞാൻ മൂടിവെക്കും. അയ്യായ്യായ്യേ, അയ്യായ്യായ്യേ. അപ്പം ഗംഭീരമായ ഒരു വിഷയമായിരുന്നു അല്ലേ? അതെ, ഇതിൽ കൂടുതൽ നമ്മൾ എന്ത് കൊടുക്കാനാണ്? അതെ ഇതാണ് ഏറ്റവും വലിയ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കൈനീട്ടം അല്ലേ? നിങ്ങൾ എല്ലാവരും ഈ വിഷുക്കൈ നീട്ടം സ്വീകരിച്ചു. ഈ വിഷുക്കൈ നീട്ടത്തിൽ നിങ്ങൾ എല്ലാവരും സംതൃപ്തരാണെന്ന് മനസ്സ് വിശ്വസിച്ചു നിറഞ്ഞു അല്ലേ? ഒരുപാട് ചിരിച്ചു. എന്ന് വിശ്വസിച്ചുകൊണ്ട് പോകാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ചിരിപ്പിക്കാൻ അടുത്ത എപ്പിസോഡുമായിട്ട് ഞങ്ങൾ ഇത് ഐറ്റം ടീം വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവൻ മീനാക്ഷി, ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ് ബാപ്പ.